വേദി 1. സ്റ്റേജിൽ ഒപ്പന മത്സരം. സ്റ്റേജിന് മുൻപിലും ലൈവ് ടിവിക്ക് മുൻപിലും പരിസര പ്രദേശത്തും ജനസാഗരം. പണ്ടുകാലത്ത് കല്യാണ വീടുകളിലും മറ്റും നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒപ്പന അന്യം നിന്നു പോവുകയും ഇന്ന് കലോത്സവ വേദികളിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയും ചെയ്തതാണ് ഒപ്പനയ്ക്ക് ഇത്രമാത്രം കാഴ്ചക്കാരെ ഉണ്ടാക്കി കൊടുത്തത്. ഒപ്പന കാണുന്നവർക്ക് ആവേശമാണെങ്കിലും കളിക്കുന്നവർക്ക് അത്ര സുഖകരമല്ല. എന്തൊക്കെ സംഭവിച്ചാലും മുഖത്ത് ചിരി മെയിൻറ്റെയിൻ ചെയ്യണം. അതിനിപ്പോ കാലുളുക്കിയാലും ശരി, കയ്യിലെ കുപ്പിവള പൊട്ടി കൈ മുറിഞ്ഞാലും ചിരി മുഖത്ത് വേണം. മാസങ്ങൾ നീണ്ട പരിശീലനങ്ങൾക്ക് ശേഷമാണ് ഇവർ മുഖത്തെ ചിരി മായാതെ നിലനിർത്തുന്നത്. പൊതുവെ കേട്ടിട്ടുണ്ട് ഈ ഒപ്പന കളിക്കുമ്പോൾ നന്നായി ചിരിച്ചു കളിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഈ ലാസ്റ്റ് വരെ നമ്മൾ ഈ ചിരി മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുന്നത്? അത് സത്യം പറഞ്ഞാൽ പ്രാക്ടീസാണ്. പ്രാക്ടീസ് നമ്മൾ ഒരു 8 മാസമായി തുടങ്ങിയിട്ട്. സോ അത് ഫുൾ പ്രാക്ടീസിനാണ്. ഇപ്പൊ നമ്മൾ ബൈ ചാൻസ് ഇപ്പോൾ നിങ്ങളുടെ കുപ്പിവളയാണ് ഇടുന്നത്, കുപ്പിവള പൊട്ടാം അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും പറ്റാം. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് മെന്റലി നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാവും, നമുക്ക് വേദന വരും. അപ്പൊ എങ്ങനെ ഈ ചിരി അപ്പോഴും ഇത് എങ്ങനെയാണ് ചിരിച്ച് കളിക്കുന്നത്? ഇവര് ഒരു പ്രാവശ്യം ഇങ്ങനെ ആയിപ്പോയിനേലും മൊത്തം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നാണ്. അപ്പൊ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ സ്റ്റേജിലെത്തി. അപ്പൊ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് വേദനയൊന്നും നോക്കില്ല, നിങ്ങൾ കളിക്കും. അപ്പൊ നിങ്ങളുടെ പഠിപ്പിച്ച സാറ് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ചിരിച്ചെന്നെ കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഈ ഇപ്പൊ നമ്മളിവിടെ A ഗ്രേഡ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചിരിയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ മാറുന്ന ഒരു ഇതുണ്ടോ? ടെൻഷൻ ഉണ്ട്, ബട്ട് നമ്മൾ ഹാർഡ് വർക്ക് പുട്ട് ചെയ്തതിന്. സോ നല്ല ബുദ്ധിമുട്ടുണ്ടോ ഇങ്ങനെ ഇട്ട് നിൽക്കാൻ? നല്ല വെയിറ്റ് ഉണ്ട്. എത്ര സമയം എടുത്തു ഇതിങ്ങനെ മേക്കപ്പ് ചെയ്തെടുക്കാൻ? ഇതൊരു എനിക്ക് തോന്നുന്നു കൂടുതലും മണവാട്ടിക്കാണ് കൂടുതൽ സമയം എടുക്കും. ഒരു 4 മണിക്കൂറൊക്കെ എടുത്തിരുന്നു. ഗോൾഡ് ആണോ അതോ കറക്റ്റ്? ഇത് കറക്റ്റ് ഗോൾഡ് അല്ല. അങ്ങനെ യൂസ് ചെയ്യലുണ്ടോ ഗോൾഡ് ഒക്കെ? ഗോൾഡ് ഒന്നും യൂസ് ചെയ്യില്ല. ഇത് പ്രോപ്സാ ഫുള്ള്. നിങ്ങൾ ഇത് കളിക്കുന്ന സമയത്ത് ഇതൊന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇത് ഇന്ന് തന്നെ ഇട്ട് തന്നെ. അല്ലെ, അപ്പൊ എങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മള് ഇതിന് മുന്നേ ഇതിട്ട് ശീലിച്ചിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇത്ര ഇട്ട് കളിക്കുമ്പോ ചൂടുണ്ട്, ബുദ്ധിമുട്ടുണ്ടാവും. വിവാഹ സംബന്ധമായിട്ടും പിന്നെ അന്ന് ഖദീജ ബീവിയുടെ റസൂലുള്ളാന്റെയോ പിന്നെ കല്യാണാസ്പദമാക്കിയിട്ടുള്ള ഒരു സംഭവമല്ലേ. അപ്പൊ അന്ന് എന്തായാലും കല്യാണം എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ. അതാ ചിരിച്ച് കളിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് കരഞ്ഞു കളിക്കാൻ പറ്റില്ലല്ലോ. അതല്ല, നമ്മളിപ്പോ ഇവിടെ ഫസ്റ്റ് പ്രൈസ് നോക്കുകയാണെങ്കിലും ചിരി പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടില്ല എന്ന് കൊണ്ടൊരു സംഭവം. അതൊക്കെ വെറുതെ പറയുന്നത്. അങ്ങനെയല്ല, ചിരിക്കണം. പിന്നെ നമുക്കെന്ന് പറഞ്ഞാല് അന്നത്തെ മൂഡ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, അതാണ്. അല്ലാതെ ചിരിച്ചിട്ടില്ല, കുറച്ച് കരയൂലല്ലോ എന്തായാലും ഇല്ല. അപ്പൊ കുറച്ച് ചിരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സമ്മാനമൊന്നും പോകുന്നില്ല. മെയിൻ ഒപ്പനയുടെ മെയിൻ കാതിൽ പാട്ടാണ്, മനസ്സിലായില്ലേ? പാട്ടാണ്. പിന്നെ അതിന്റെ കൂടെ ഭംഗി വേണ്ടേ? ആ ഭംഗി എന്ന് പറഞ്ഞാൽ മണവാട്ടിനോട് ചിരിച്ച് തൊഴിലുകളും ചിരിച്ച് കളിച്ചാൽ ആ സ്റ്റേജിൽ കളർഫുൾ ആവും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ടെങ്കിലും ഇവർ ഹാപ്പിയാണ്. വേദിയിലെ മത്സരത്തിന് ശേഷം ലഭിക്കുന്ന അഭിനന്ദന പ്രവാഹങ്ങളും കാണികളുടെ പിന്തുണയും കാണുമ്പോൾ വേദനയ്ക്ക് അവിടെ പ്രസക്തിയില്ലെന്നാണ് ഇവർ പറയുന്നത്. ഒപ്പനയെ ജനപ്രിയമാക്കുന്നത് ഈ ആവേശവും മുൻപ് പറഞ്ഞ ചിരിയും തന്നെയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സതീഷിനോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.